ഒരു വോട്ടിനു വേണ്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾക്കാട്ടിലൂടെ നടന്നത് 18 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ കിടപ്പുരോഗിയായ 92 വയസ്സുള്ള ശിവലിംഗം ബൂത്ത് ലെവൽ ഓഫീസർ വഴി അസന്നിഹിതർക്കുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ 9 അംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു. ആ വോട്ട് യാത്ര ഒന്ന് കാണാം. വിദൂര ആദിവാസി മേഖലയാണ് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി. രാവിലെ 6 മണിയോടെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയോദ്യാനം വഴി പെട്ടിമുടിയിലെത്തി. ഇവിടെ നിന്ന് ഓഫ് റോഡ് ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള കേപ്പാക്കുടിയിലെത്തി. അവിടെ നിന്ന് കാൽനട യാത്രാ സൗകര്യം മാത്രമാണ് സാധ്യമാവുക. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ 3 സ്ത്രീകളടങ്ങുന്ന സംഘം രാവിലെ 8 മണിയോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു. ഒരാൾക്ക് മാത്രം നടന്നു പോകുവാൻ കഴിയുന്ന കാട്ടുപാതയിലൂടെ വോട്ടെന്ന പൗരാവകാശം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള യാത്ര. വഴികാട്ടികളായി വനംവകുപ്പ് വാച്ചർമാരായിരുന്നു ഉദ്യോഗസ്ഥന്മാർക്കൊപ്പമുണ്ടായിരുന്നത്. വഴിനീളെ കാട്ടുപോത്തിന്റെ വലിയ കാൽപ്പാടുകളും ആനപ്പിണ്ടകളും ഉദ്യോഗസ്ഥ സംഘത്തെ ചെറുതായി പേടിപ്പിച്ചു. നീണ്ട 5.25 മണിക്കൂർ കാൽനട യാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1:15 നൂറടി എന്ന കുടിയിലെത്തി. ഏറെക്കാലമായി കിടപ്പിലാണ് 92 വയസ്സുള്ള ശിവലിംഗം. കിടക്കയ്ക്കരികിൽ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒരുക്കി. രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാന അവകാശം നിർവഹിക്കുവാനുള്ള അവസരം വോട്ടർക്ക് നൽകി. എല്ലാവരും ഇത്ര വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരം വന്ന് കഷ്ടപ്പെട്ട് മുത്തശ്ശന് വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും സന്തോഷമുണ്ട്. മുത്തശ്ശന് നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള വിഷയമായിരുന്നു. ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പ്രാധാന്യമാണ് ഇടമലക്കുടി ദൗത്യത്തിലൂടെ വെളിവാകുന്നതെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 100% വോട്ടും രേഖപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുവാനും ശ്രമം തുടരുകയാണ്. റിപ്പോർട്ടർ ഇടുക്കി.